ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDFന് ഗുണമാണോ ദോഷമാണോ? UDF പറയുന്നു ഇത് മതേതര രാഷ്ട്രീയമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയല്ലേ? വർഗീയ സംഘടനയുമായുള്ള ബന്ധം എങ്ങനെ മതനിരപേക്ഷമായി മാറുന്നു? വോട്ട് കിട്ടുമ്പോൾ ജനാധിപത്യം, വോട്ട് എതിരാളിക്ക് കിട്ടുമ്പോൾ വർഗീയത. ഇതാണോ UDFന്റെ രാഷ്ട്രീയ നയം? BJPക്ക് കേരളത്തിൽ പറയാനുള്ള വാചകവും റെഡിയാകുന്നു. അല്ലെങ്കിൽ അധികാരം കിട്ടാൻ ആശയം ബലിയാടാക്കിയ ഒരു രാഷ്ട്രീയ ദോഷമാകുമോ? സമസ്ത പരമ്പരാഗത സുന്നി ബേസ്, ജമാഅത്തെ ഇസ്ലാമി ആശയപരമായ എതിരാളി. UDF ജമാഅത്തെ ഇസ്ലാമിയെ സമീപിക്കുമ്പോൾ സമസ്തയിൽ അസ്വസ്ഥത സ്വാഭാവികം. സമസ്ത തുറന്നെതിർത്താൽ UDF ഒരു പക്ഷത്തെ ചേർത്ത് പിടിക്കാൻ മറ്റൊരു പക്ഷത്തെ അവഗണിക്കുന്നു എന്ന വ്യാഖ്യാനം വരും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്ന് LDF പറയുന്നു. പക്ഷേ വോട്ട് വന്നപ്പോൾ നിരസിച്ചില്ല. ബന്ധമില്ലെങ്കിൽ വോട്ട് വേണ്ടെന്ന് പറയാമായിരുന്നു. മൗനം സമ്മതം. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ നിന്ന് UDFന് തലയൂരേണ്ടി വരുമോ?